എന്തല്ല കഴിക്കാൻ എന്തല്ല? ആ മതി ധാരാളം. പണി പാളൊന്നും അറിയില്ല. പണി പാളി. ഹായ് ഫ്രണ്ട്സ്, മനുക്കട ഫോട്ടോഗ്രാഫിയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുമ്പളങ്ങി കണ്ടക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മളിന്നൊരു ബേഡ് ഫോട്ടോഗ്രാഫിയായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ അത്യാവശ്യം ഒത്തിരി ബേഡ്സ് ഉണ്ട്. ഒത്തിരി ബേഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. പെൻസ്റ്റോക്ക്, പെലിക്കൻ, പിന്നെ എന്താ പറയുക, ഫ്ലെമിംഗോസൊക്കെ വരുന്നൊരു ഏരിയയാണ്. ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ ഒരു 4 ഫ്ലെമിംഗോസിന് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഫ്ലെമിംഗോസ് ഇല്ല. ഈ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുള്ളതുകൊണ്ട് സാധനം ഇവിടെ വരാൻ സാധ്യതയില്ല. പിന്നെ ഈ ഒരു സമയത്ത് കാണാൻ വളരെ കുറവാണ്. പിന്നെ പെലിക്കനുണ്ട്. പെലിക്കനും അതുപോലെ പെയിൻസ്റ്റോക്കും പിന്നെ മറ്റു ഒത്തിരി ബേഡ്സ് വരുന്നുണ്ട്. കുറേ ഡെക്കുണ്ട്, അതുപോലെ താമരക്കോഴി, ചാരമുണ്ടി, അങ്ങനെ കുറേ വെറൈറ്റി ബേഡ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഞാൻ രാവിലെ ഇറങ്ങിയതാണ്, പക്ഷെ നമുക്ക് 8-ൻ്റെ ഒരു പണി കിട്ടി. ഇതൊന്നും പറയണ്ട. കാരണം ഞാൻ കുറച്ച് നേരം ചാരവണ്ടീനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേ ഹിറോൺ എന്നുള്ള ഒരു ബേഡിനെ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഒരു കാലൊടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നണേ. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ എന്താ വെള്ളം പൊങ്ങിയൊക്കെ ഉണ്ട്. വേലിയേറ്റൊരു സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ ഇവിടെ റോഡൊക്കെ കവിഞ്ഞ് ഈ കണ്ടത്തിൻ്റെ കണ്ടമുണ്ട്. 2 സൈഡ് വലിയൊരു കണ്ടമാണ്. കണ്ടത്തിൻ്റെ നടുക്കൂടി ഒരു റോഡാണ് പോയിരിക്കുന്നത്. അത്യാവശ്യം അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ്. ഞാൻ ഇവിടുന്ന് ഒത്തിരി അങ്ങോട്ട് പോയി. നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വരുന്ന വഴിക്കൊരു കടയുണ്ട്, ഒരു ചായക്കട. അത് പുതുതായിട്ട് വന്ന ചായക്കടയെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ഒരു കണ്ടത്തിലൊക്കെ ഇറക്കിയാണ് അത് ചായക്കട പണിഞ്ഞേക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആഞ്ഞിലത്തറ റോഡെന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. കേട്ടോ, അവിടെ ഒരു ബോർഡ് കാണാം, നീലൊരു ബോർഡ് കാണാം. ആഞ്ഞിലത്തറ റോഡെന്നാണ് ആ ഒരു റോഡെന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് കൽപ്പുരി റോഡാണ്. ബൈക്കിന് പോകാം, പക്ഷെ കൽപ്പുരിയാണ്, ശ്രദ്ധിച്ച് പോകണം. ആ ഒരു ഏരിയയിലൊക്കെ സാധനം കാണാനുണ്ട്. പിന്നെ മിക്കപ്പോഴും കാണുന്ന ഈ ഒരു ഏരിയയിലാണ് ഇവനെ കാണുന്നത്. ഇപ്പോൾ പെലിക്കനുണ്ട്. പെലിക്കനും പെയിൻസ്റ്റോക്കും ഓൾറെഡി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെ കാണുന്നുണ്ടെന്നാണ് നമ്മുടെ സുഹൃത്തുണ്ട് മണികണ്ഠൻ എന്ന് പറഞ്ഞ കുമ്പളങ്ങിക്കാരനാണ്, ആ ചേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്. പക്ഷേ ഒന്നും പറയണ്ട, 8ൻ്റെ പണിയായിപ്പോയി. ആവശ്യം ആളുകളൊക്കെ ബൈക്കിന് പോകാനുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, റോഡ് വെള്ളം കയറി കിടക്കുകയാണ്. ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പം കുറച്ച് കുറവായി. എൻ്റെ വണ്ടി അവിടെ വെച്ചേക്കാണ്. ഒറ്റയ്ക്കാണ് ഇറങ്ങിയത് രാവിലെ. പെലിക്കനെ അന്വേഷിച്ചിറങ്ങിയത്, പക്ഷേ എന്ത് പറയാനാ, പണി പാളിപ്പോയി. റോഡ് സൈഡിൽ 2 സൈഡിലൊക്കെ ആയിട്ട് ഇടവിട്ട് ഓരോ സ്ഥലങ്ങളിലും മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ചെറിയ മരങ്ങളാണ്, വലിയ ഹൈറ്റ്. ഇതൊരു മാടമാണ്. മാടം എന്ന് പറയുന്നത് ഇത് മീൻ കൃഷിയൊക്കെ ഉള്ള സമയത്ത് താമസിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നണത് കണ്ടിട്ട്. അല്ലേ, 2 എരണ്ടകൾ പറന്നു പോകുന്നുണ്ട്. 2 4 ഉണ്ടായിരുന്നു. ഇവരൊക്കെ റോട്ടിലൊക്കെ വെള്ളം കയറി കിടക്കേ. ആ ഭാഗത്ത് കാണുന്ന തെങ്ങുകളിലൊക്കെ ഈ പെലിക്കൻ വന്നിരിക്കാറുണ്ട്. പക്ഷെ ഇന്നൊന്നും വന്നിട്ടില്ല. എത്താനുള്ള സമയമായിട്ടുള്ളതാണ്. ചിലപ്പോൾ ഉണ്ടാവും. ആ ഒരു ഏരിയയിലൊക്കെയാണ് മിക്കപ്പോഴും കാണുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല ദൂരമായിട്ടാണ് ഇവന്മാരെ മിക്കപ്പോഴും നിൽക്കാറുള്ളത്. ബാക്കിയുള്ള ബേഡൊക്കെ ആണെങ്കിൽ വലിയ പേടിയൊന്നുമില്ല. ഇപ്പോൾ എരണ്ട ഇവിടെ നിൽക്കുന്നുണ്ട്, അതുപോലെ ചാരമുണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഇവൻ പറന്നു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ വണ്ടി ഇവിടെയൊക്കെയുണ്ട്. എന്താ ഇവനൊന്നും പേടി കുറവാണ്. കാരണം വെച്ചാൽ ആളുകളോട് കുറച്ചും കൂടി അടുത്ത്, ഇവിടെയുള്ള ആളുകൾ അധികം ഇതുങ്ങളൊന്നും ശല്യം ചെയ്യാറില്ലെന്ന് തോന്നുന്നു. അതാണ് മെയിനായിട്ട് നമുക്ക് നമ്മളിത്ര അടുത്ത് വന്നിട്ട് പോലും ഇതുങ്ങൾ പറന്നു പോകാത്തത്. എന്താ ചാരമുണ്ടി അവൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ കുറച്ച് വിഷ്വൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് ആ ഒരു ഏരിയ ഞാൻ ഒന്ന് കാണിച്ചു തരാം. 8ൻ്റെ പണിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ചാർജ് ഒരു ബാറ്ററി 2 ബാറ്ററി ഉണ്ടായിരുന്നു. അതിലൊരു ബാറ്ററി കംപ്ലൈൻ്റ് ആയി. ഒരു ബാറ്ററി ആയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ സംഭവം
ബാറ്ററിയുടെ ചാർജ് തീർന്നു പോയി. ഇവൻ്റെ ആ ചാരവണ്ടിയുടെ കുറച്ച് ഷോട്ടുകൾ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് പടം എടുത്തു. അതിന് ശേഷം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചാർജ് തീർന്ന്. ഇത്രയും പേരെ ഓടി എത്തിയിട്ട് രാവിലെ ഇറങ്ങിയതാണ്. എന്ത് പറയാനൊക്കെ 8ൻ്റെ പണി എന്നല്ലാതെ. ഇനിയിപ്പോൾ ഒരു ബാറ്ററി ഒരെണ്ണം മേടിക്കണം. നമുക്ക് അടുത്ത സ്ഥലത്ത് അവിടെ പോയി ഉണ്ടാകുമെന്ന് നോക്കിയിട്ടില്ല. എന്തായാലും ഇവിടം വരെ വന്നാലേ നമുക്കെന്തായാലും ആ ഭാഗത്തേക്കൊന്ന് പോയിട്ട് വരാം. ആ ഭാഗത്ത് ചിലപ്പോൾ ഇവനെ കാണാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കൽപ്പറ്റ റോഡാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്തേക്കണോണ്ട് വെള്ളം കയറി റോഡ് ഇത്തിരി മോശമാണ്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ചില സ്ഥലങ്ങളിൽ റോഡ് കുഴിയാണ്. വേണ്ട കാൽപ്പൊടി ഇതടിച്ചേക്കണേ. ഇവിടെ ഒരു വെള്ളരിക്കൊക്കെ ഇരിക്കുന്നുണ്ട്. വെള്ളരിക്കൊക്കെ റോഡ് സൈഡ്. പക്ഷേ ഇവന്മാരൊന്നും പെട്ടെന്ന് അങ്ങനെ പറന്നു പോകില്ല കേട്ടോ. കാരണം എനിക്ക് ആ ഒരു പേടി ഞാൻ കണ്ടത് ഇപ്പോൾ പറഞ്ഞു കണ്ടേ. ഞാൻ ഏകദേശം അടുത്തെത്തിയപ്പോഴാണ് അവിടുത്തെ പറന്നു പോയത്. നല്ല രസമാണ് സ്ഥലം കാണാനായിട്ട്. ഈ കാണുന്നത് കണ്ടൽക്കാടാണ്. കണ്ടൽ മരങ്ങളാണെന്ന് തോന്നുന്നു കൂടുതൽ ഇവിടെ ഉള്ളത്. അത് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഒരു ലൈനായിട്ട് നല്ല രസമായിട്ട് ഭംഗിയാണ്. ഞാനിവിടെ വീഴാൻ സാധ്യത ചിലപ്പോൾ ഉണ്ട്. എൻ്റെ മൊബൈലല്ല, ഈ ഗോപ്രോ സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കയ്യിലാണ് പിടിച്ചേക്കണത്. പിന്നെ ഇവിടെ പിന്നെ കുഴപ്പമില്ല, വേറെ വണ്ടികളൊന്നും പെട്ടെന്ന് വരില്ല. ഇപ്പോൾ വീണാൽ തന്നെ പുഴയിലുണ്ടാവും. ഞാൻ അന്ന് ഒരു ദിവസം വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്നാണ് ഇതിനെ പെലിക്കനെ ഞാൻ ഷൂട്ട് ചെയ്തത്. കണ്ടാ റോട്ടിലിരിക്കേ അടുത്ത് വരുമ്പോഴേ പോകുള്ളൂ. അല്ലേ അടുത്ത് വന്നപ്പോഴാണ് ആൾ പറഞ്ഞത്. അവിടേക്ക് ഇരിക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ. അതേ റോഡ് ഇത്തിരി മോശമാണ്. ഞാൻ ഒരു കയ്യിലാണ് വണ്ടി ഓടിക്കുന്നത്. പണി വാളൊന്നും അറിയില്ല. പണി വാളി അവിടെ ഇത്തിരി വലിയ കുഴിയായിരുന്നു. ആ കുഴി ചാടിയപ്പോഴേക്ക് ഇടങ്ങറായി പോയി. വീടിൻ്റെ ഇവിടെ അയ്യോ ദേ ഇരിക്കണം സ്പോട്ട് ബിൽഡൊക്കെ. ഇവിടെ ഇരിക്കണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലേ ചാടി അവൻ വെള്ളത്തിലേക്ക് ചാടിയിട്ടാ. വെള്ളത്തിലേക്ക് ചാടി അങ്ങോട്ട് നീന്തിപ്പോയി. കഷ്ടമായി പോയി ബാറ്ററി കയറുന്നത്. അല്ലെങ്കിൽ ഒത്തിരി നല്ല പടങ്ങൾ എടുക്കാമായിരുന്നു. കുറേ സംഭവം ഇവിടെ ഉണ്ട്. റോഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് റോഡ് ഇത്തിരി മോശമുണ്ട്. നല്ല രീതിയിൽ തന്നെ മോശമാണ്. സ്കിഡാവുന്നുണ്ട്. ചിലപ്പോൾ തെറിച്ച് ഇതിൽ പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അവിടെ ഒരു ചാരമുണ്ടിയൊക്കെ ഉണ്ട് കണ്ടാ. അവൻ റോഡിലേക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ ആൾക്ക്. ഓക്കെ പറഞ്ഞു ഓരോരുത്തരും പറഞ്ഞല്ലോ. ഇപ്പോഴാണ് പറഞ്ഞു പോയി. നമ്മൾ സൈലൻ്റായിട്ട് പോയി കുറച്ചുകൂടെ അടുത്തല്ലേ. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതുകൊണ്ടാണ് ആൾ പറന്നു പോയത്. ഒരു കുഞ്ഞൻ പറക്കുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ അതിനെ കാണാനായിട്ട്. ഇത് ചെമ്മീൻ കെട്ടാന്ന് തോന്നുന്നു. ഇത് അവിടെ സൈഡിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നെറ്റും ഉണ്ട്, പച്ച നെറ്റും ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. നല്ല പൊക്കലാണ്. എന്താ എന്നിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം. കാരണം അങ്ങോട്ടേക്ക് വഴിയുണ്ട്. അവിടെ വീടുകളുണ്ട്. അവിടം വരെ പോവാം. പക്ഷേ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് പോലെ ഭയങ്കര റിസ്ക്കാണ്. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്ത് കണ്ട ഒരു ഭാഗത്ത് റോഡ് വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വണ്ടി സ്കിഡായി വെള്ളത്തിൽ പോകാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ വലിയ കണ്ടങ്ങളാണ് കേട്ടോ. ഒത്തിരി വലിയ കണ്ടങ്ങളാണ്. എന്നാലും വലിയൊരു കഷ്ടമായി പോയി ബാറ്ററി ഇറുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ബാറ്ററി തരുമല്ലോ. എന്തായാലും സാറല്ലേ ഇനിയിപ്പോൾ അടുത്തൊരു ദിവസം വരാം അല്ലേ. ഒരു വീടാണ് ഇതുണ്ടോ. വെള്ളം കയറിയിട്ട വീട്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും താമസിക്കണമെന്നുണ്ട്. ഇവിടെ നിന്ന് അവർ ഈ വെള്ളം കയറിയൊക്കെ കൊണ്ട് മാറിയേക്കണമെന്ന് തോന്നുന്നു. ഇതുണ്ട് റോട്ടിൽ നിന്ന് ഇപ്പുറത്തെ കണ്ടെത്തിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വെള്ളം
പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഓട്ടോസ് വരുമ്പോൾ കാണാം. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ വെള്ളം ഉപ്പുവെള്ളമാണ് ഇപ്പം. ഉപ്പുവെള്ളം ആയതുകൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ പെട്ടെന്ന് ചീറ്റാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ വീട്ടിലൊക്കെ വെള്ളം കയറിയുണ്ട്. മഴ ഉണ്ട്. അവിടെ വീട്ടിലൊക്കെ വെള്ളം കയറിയുണ്ട്. സ്ഥലം കാണാനായിട്ട് നല്ല രസമാട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇവിടെ എന്തോ ടൂറിസം പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അക്കോ ടൂറിസം. നല്ല കാറ്റുണ്ടോ. അവിടെ കുറേ ഈ മറ്റേ അടക്കയില്ല, അടക്ക മറ്റേ പന പോലത്തെ ആ ഒരു അടക്ക അതൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് ആ ഒരു സൈഡിൽ. അതിവിടെയാണ്. അപ്പോൾ ഒരു ചായക്കട, ഞാൻ പറഞ്ഞില്ല ഒരു പുതിയൊരു ചായക്കട ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഈ കാണുന്നതാണ്. നമ്മൾ ആ ചായക്കടയിലേക്കാണ് എത്തുന്നത്. ഇവിടെ കുടുംബശ്രീ നടത്തുന്ന ചായക്കടയാണോ? അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. അല്ലേ, ഇതാണ് ചായക്കട. എന്തെങ്കിലുണ്ടോ? അല്ലേ, എന്താ ഉള്ള കഴിക്കാൻ? എന്താ? ആ മതി ധാരാളം. മുട്ടക്കറി. ആ ശരി. നേരത്തെ പറഞ്ഞില്ലേ ചായക്കട. ഈ കട കണ്ടത്തിലേക്ക് ഇറക്കിയിട്ടാണ് അവർ പണിതേക്കണം. തട്ട് നല്ല രസമുണ്ട് കേട്ടോ സംഭവം. അവിടെയൊക്കെ ഒരു വീടുണ്ട്. അത് ദ്വീപാന്ന് തോന്നുന്നത്. ഇവിടെ ചെറിയൊരു വഴിയുണ്ട്. അതായത് ചെറിയൊരു തുരുത്ത് മാതിരി കാണാം. ഈ റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു കട. കുറച്ചിലേക്ക് അങ്ങോട്ടൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ചെറിയ വഴികളാണ്, നടന്നു പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. ഇതെത്ര ആളെ ഈ അടുത്ത് തുടങ്ങിയാണോ അല്ലേ? ഒരാഴ്ച അല്ലേ? ആ ശരി. അതെ, ഞാനിവിടെ നേരത്തെ വന്നപ്പോഴൊന്നും കണ്ടില്ലേ. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി എന്തൊക്കെയുള്ള കഴിക്കാം? പുട്ട്, മുട്ടക്കറി. കടയുടെ അകത്ത് നിന്നിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ചേച്ചി ഒറ്റയ്ക്കാണോ അകത്ത്? ആഹാ, വരൂല്ലേ? എവിടെ വീടോടെ ചേച്ചി? അവിടെ കാണുന്നതാ? ആ ഒരു ചെറിയ അവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ? 2 വീടുണ്ടല്ലേ? ആ ശരി. കഴിയാറായോ ഇന്നത്തെ കച്ചവടം? ആഹാ, രാവിലത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ? ഉച്ചക്കത്തെ ഉണ്ടോ? ആഹാ, വൈകുന്നേരം അങ്ങനെ പരിപാടി ഒന്നും ഇല്ലേ? ഞായറാഴ്ച ഉണ്ടല്ലേ? ഞായറാഴ്ച എന്താ സ്പെഷ്യൽ ഉള്ള? ഞായറാഴ്ച കപ്പയും മീൻകറി. ആ, പപ്പടം വെക്കണം. പപ്പടം വരും. മുട്ടയും പപ്പടം അത് ടേസ്റ്റ്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുമ്പളങ്ങി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുമ്പളങ്ങി മറ്റേ കണ്ടക്കടവ് റൂട്ടാണ്. നമ്മുടെ കുമ്പളങ്ങി പമ്പിൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കണ്ടക്കടവിലേക്ക് പോകുന്ന റൂട്ടാണ്. പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഈ കട നമ്മുടെ സതീശേച്ചിയുടെ ചായക്കട. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും തന്നെ ഉണ്ട്. ഞായറാഴ്ച മുടക്കൊന്നുമില്ല, ഞായറാഴ്ച ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം കപ്പയും മീൻകറിയും കിട്ടും. അത് എന്ത് മീനൊക്കെ കഴിച്ചു? കേര, ചാള, അങ്ങനെ നാടൻ ഐറ്റംസൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടാവും. അതുപോലെ മറ്റുള്ള ദിവസങ്ങളിൽ പുട്ട് പോലുള്ള ഐറ്റംസ് അതൊക്കെ ഉണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, നോർമലി റേറ്റും കാര്യങ്ങളൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നവർ സഹിച്ചിട്ട് ചായക്കട കയറാൻ മറക്കണ്ട. അതുപോലെ ഈ ഒരു ആംബിയനിലിരുന്ന് ഒരു കട്ടനൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മൂഡ് അത് വേറെ ഒന്നാണ്. ഇവിടെ ചെറിയ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അങ്ങനെ അറ്റത്തൊരെണ്ണമുണ്ട്. ഇവർ മുള വെച്ചൊരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ട്. പിന്നെ ഈ കട ഞാൻ പറഞ്ഞ പോലെ ഒരു വെള്ളത്തിലാണെങ്കിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൽ പോകുമ്പോൾ ചേച്ചി ചായക്കട കയറാൻ മറക്കണ്ട. അപ്പോൾ ചേച്ചി ഓക്കെ, ഓക്കെ, ടാറ്റാ. അപ്പോൾ ചായ കുടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇത് തന്നെ ഇവിടെ വന്ന് ആ പുഴയുടെ സൈഡിൽ ഈ ഒരു
ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കട്ടണൊക്കെ അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഒത്തിരി വൈകുന്നേര സമയങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ ഈ ഒരു ആംബിയനിൽ നിന്ന് ഈ ഒരു കട്ടണൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്തായാലും ഇന്നത്തെ വന്നത് എന്തായാലും വെറുതെ ഇല്ല. നമുക്ക് പണി കിട്ടിയെങ്കിലും നമ്മുടെ ബാറ്ററി തീർന്നു പണി കിട്ടിയെന്നെങ്കിലും നമുക്ക് നല്ലൊരു ചായ കുടിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.